നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയ കുട്ടികളടക്കം എല്ലാവരിലും കണ്ടുവരുന്ന ഒന്നാണ് നര. അകാല നരയ്ക്ക് ഇന്ന് പ്രായഭേദമെന്നൊന്നുമില്ല, എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ നര കണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ അടങ്ങിയ ഹെയർ ഡേകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഈ കെമിക്കൽ അടങ്ങിയ ഹെയർ ഡേകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന PPD അഥവാ ഫീനൈലിൻ ഡയാമിൻ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ പ്രോഡക്റ്റ് നമ്മുടെ മുടിയെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇൻസ്റ്റൻറ്റ് നിറം കൊടുക്കാനായിട്ട് അമോണിയ കൂടി അടങ്ങിയിരിക്കുന്ന ഹെയർ ഡേകളാണ് അധികവും. എന്നാൽ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ഹെന്ന പോലെയുള്ള ഹെയർ ഡേകളൊന്നും ഉപയോഗിച്ചാൽ നമുക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാവുകയുമില്ല, മറിച്ച് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഒറ്റ യൂസിൽ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും 1 മാസം വരെ കളർ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത ഒരു ഹെയർ ഡേ ആണ് നമ്മളിവിടെ ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഹെയർ ഡേ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ തിളപ്പിക്കുന്നത്. അതിനായിട്ട് 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേയിലയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറു തീയിലിട്ട് ഈ തേയിലയുടെ കളറ് നന്നായിട്ട് ഇറങ്ങി വരുന്നത് പോലെ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഏകദേശം 1 ഗ്ലാസ് ആവുന്നിടം വരെ വെള്ളം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇനി ഈ വെള്ളം നമുക്കൊന്ന് അരിച്ചും കൂടെ എടുത്ത് മാറ്റി വയ്ക്കാം. തേയില വെള്ളം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സാധാരണ വെള്ളം ഉപയോഗിച്ചും നമുക്ക് ഈ ഹെയർ ഡേ തയ്യാറാക്കാവുന്നതാണ്. തേയില വെള്ളമാകുമ്പോൾ കുറച്ചുകൂടെ മുടിക്ക് നല്ലൊരു സ്റ്റെയിൻ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. തേയില നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു ഹെയർ ഡേ മിക്സ് ചെയ്യുന്ന സമയത്തും തേയില വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അടികട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ്. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. രാജസ്ഥാനി ഹെന്ന ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അട്ടർ ആയുർവേദ എന്ന കമ്പനിയുടെ ഹെന്ന പൗഡറാണ്. അതിനുശേഷം ഭൃംഗരാജ് പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും സെയിം കമ്പനിയുടെ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മുടി ഒരുപാട് ഡ്രൈ ആവുന്ന ആൾക്കാർ ഇത് ഉപയോഗിക്കേണ്ട. 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കളർ കിട്ടാനായിട്ട് നെല്ലിക്കാപ്പൊടി വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഈ അട്ടർ ആയുർവേദയുടെ ഹെന്ന പൗഡർ നല്ല രാജസ്ഥാനി ഹെന്നയുടെ പൗഡറാണ്. അതുകൊണ്ടാണ് ഈ പൗഡർ തന്നെ എടുക്കണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയില വെള്ളം ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പൗഡറുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വാങ്ങിക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോയാൽ നമ്മുടെ മുടിയിൽ പറ്റി പിടിച്ചിരിക്കത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഏതൊരു ഹെയർ ഡേയും തയ്യാറാക്കുന്ന സമയത്ത് ഹെന്ന പൗഡർ നിർബന്ധമാണ്. ഹെന്ന പൗഡർ ഉപയോഗിക്കുമ്പോൾ രാജസ്ഥാനി ഹെന്ന തന്നെ ചോദിച്ചു വാങ്ങുക. അതാകുമ്പോൾ കുറച്ചധിക കാലം നമ്മുടെ മുടിക്ക് ആ ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടാനായിട്ട് അത് സഹായിക്കും. ആ കളർ കുറച്ച് അധിക കാലം നിലനിൽക്കുകയും ചെയ്യും. ഇപ്പം നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇതുപോലെയുള്ള ഹെയർ ഡേകളൊക്കെ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഈ ഒരു ഹെന്ന പൗഡറിൻ്റെയും അതുപോലെ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന മറ്റു പൗഡറുകളുടെയൊക്കെ ടാനിനും അതുപോലെ അയണുമായിട്ട് ചേർന്ന് നല്ലൊരു നിറം കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഇനി ഈ മിക്സിലേക്ക് കുറച്ച് നാരങ്ങ നീരോട് ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. മുടി ഒരുപാട് ഡ്രൈ ആവുന്നവർ നാരങ്ങ നീരും നെല്ലിക്കാപ്പൊടിയും ഒഴിവാക്കാം. ഇത് ഓപ്ഷണലാണ്. നാരങ്ങ നീരോട് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു 8 മണിക്കൂർ നേരത്തേക്ക് നമ്മളിത് ഒന്ന് കവർ ചെയ്ത് വെക്കണം. 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കുറഞ്ഞതെങ്കിലും ഇതൊന്ന് കവർ ചെയ്ത് വെക്കേണ്ടതാണ്. ഞാനിപ്പോൾ രാത്രിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഒരു 8 മണിക്കൂർ നമുക്കിത് മൂടി വെക്കാനായിട്ടുള്ള സമയം കിട്ടും. രാവിലെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. നല്ലപോലെ ഇത് കവർ ചെയ്ത് വെക്കണം. ഒട്ടും തന്നെ എയർ കിടക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ല പ്ലാസ്റ്റിക് കവറുകളുണ്ടെങ്കിൽ നന്നായി തന്നെ കവർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ രാവിലെ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹെയർ ഡേ ഒക്കെ നല്ല കറുപ്പ് കളറിലായി കിട്ടിയിട്ടുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ ഈ ടാനിനും അതുപോലെ ഈ അയൺ കണ്ടൻറ്റും ഒക്കെ കൂടെ മിക്സ് ആകുമ്പോഴാണ് ഈ ഒരു കറുപ്പ് കളറ് നമ്മുടെ ഹെയർ ഡേക്ക് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും എണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്യേണ്ടത്. അതിനായിട്ട് മുടി നന്നായി വാഷ് ചെയ്യാം. മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് മുടി നന്നായി വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻ്റെ മുടിയിൽ ധാരാളം വെള്ളം മുടിയൊന്നുമില്ല. ഞാൻ ഓൾറെഡി ഇതുപോലെയുള്ള ഹെയർ ഡേകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് വെള്ളം മുടി ഇപ്പോൾ ഇല്ല.
കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും എനിക്ക് ഇതുപോലെ വെള്ള മുടിയൊക്കെ, പുതിയ മുടികൾ വളർന്നു വരുമ്പോഴാണ് അത് വെളുത്ത മുടിയായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ബ്രൗൺ കളറിലുള്ള മുടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബ്രൗൺ കളറിലുള്ള മുടിയെയാണ് ഒന്നുകൂടി ഒന്ന് ബ്രൗൺ ആക്കി, ഡാർക്ക് ബ്രൗൺ ആക്കി എടുക്കുകയും അതിനുശേഷം മുടി നന്നായിട്ട് കറുപ്പിച്ചെടുക്കുകയും ചെയ്യുന്നത്. ഏകദേശം ഒരു 40 മിനിറ്റ് നേരമൊക്കെ മുടിയിൽ ഇത് വെച്ചിരിക്കണം. അതിനുശേഷം മുടി വാഷ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്, നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൽ ഇൻഡിഗോ പൗഡർ അഥവാ നീലയമരിയുടെ പൊടിയാണ്. നമ്മൾ എത്രത്തോളം ഹെന്ന പൗഡർ എടുത്തോ അതേ അളവിൽ തന്നെയാണ് ഇൻഡിഗോ പൗഡർ എടുക്കേണ്ടത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഹെന്ന എടുത്തിരുന്നു, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഇൻഡിഗയും എടുത്തിട്ടുണ്ട്. തലേദിവസം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിലായിരിക്കണം ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്യേണ്ടത്. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം, ഒട്ടും കട്ടകളില്ലാതെ. നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിറം കൊടുക്കാനായിട്ട് സഹായിക്കുന്ന നാച്ചുറലായിട്ടുള്ള ഒരു പൊടിയാണ് ഇൻഡിഗോ അഥവാ നീലയമരി. നീലയമരിപ്പൊടിയും ഞാൻ അട്ടർ ആയുർവേദ എന്ന കമ്പനിയുടെ എടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പൊടിയാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇൻഡിഗോ പൗഡർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തന്നെ ലൂസായി പോകരുത്. ലൂസായാൽ ഇത് മുടിയിൽ പിടിച്ചിരിക്കാതെ മുടിയിൽ നിന്ന് ഒഴുകിപ്പോകും. അതുകൊണ്ട് നമ്മുടെ മുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എപ്പോഴും നീലയമരിപ്പൊടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ചൂടുവെള്ളത്തിൽ മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. തണുത്ത വെള്ളത്തിലാണ് അത് മിക്സ് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് തരില്ല. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് നേരത്തേക്ക് ഇതുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഹെന്ന ഇട്ടതിന് ശേഷം മുടി നന്നായി വാഷ് ചെയ്ത് ചെറിയൊരു നനവോട് കൂടിയുള്ള മുടിയിലായിരിക്കണം ഈ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോഴായിരിക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുക. ഞാനിപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 40 മിനിറ്റ് നേരം മുടി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മുടിയുടെ കളറൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളറിലായി കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ഈ ഒരു ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ മുടിയിലേക്ക് എത്രത്തോളം നന്നായിട്ട് പറ്റി പിടിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആരുടെയെങ്കിലും ഹെൽപ്പോട് കൂടി അപ്ലൈ ചെയ്യുക. അപ്പോൾ മുടിയുടെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്താനായിട്ട് ഇത് സഹായിക്കും. ഈ ഒരു ഇൻഡിഗോ പൗഡർ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം 40 മിനിറ്റ് നേരമെങ്കിലും മുടിയിൽ ഇത് വെച്ചിരിക്കണം. ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷവും നല്ലൊരു ഷവർ ക്യാപ്പ് വെച്ച് മുടി നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം, ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനായിട്ട്. ഞാനിപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഭാഗത്താണ് എനിക്ക് ഒരുപാട് നരച്ച മുടിയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തേക്കായിട്ട് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മുടി വാഷ് ചെയ്തതിന് ശേഷം റിസൾട്ട് കാണിക്കാം. ഇപ്പം ഞാനിത് മുടി വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. ഒരുപാടൊന്നും കറുപ്പ് കളറായിട്ടില്ല, കാരണം ഞാൻ ഒരുപാട് സമയം ഇത് മുടിയിൽ വെച്ചിരുന്നില്ല. നിങ്ങൾ വെക്കുമ്പോൾ എന്തായാലും ഒരു 40 മിനിറ്റ് നേരമെങ്കിലും കുറഞ്ഞത് വെക്കുക, എങ്കിൽ മാത്രമേ നല്ല കറുപ്പ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ അവിടെ ഇവിടെയായിട്ടൊക്കെ ചെറിയ ബ്രൗൺ കളർ മുടിയും കാണുന്നുണ്ട്. ഇനി നമ്മുടെ മുടിയിലേക്ക് ഈ ഒരു കളറ് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് നമുക്ക് ഈ മുടി വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, അതോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ മുടിയിൽ തേക്കുന്നത് ആ എണ്ണ ഉപയോഗിച്ച് മുടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു മുടിക്ക് പിടിച്ചിരിക്കുന്ന ഈ ഒരു കളറ് അവിടെ ലോക്ക് ചെയ്യപ്പെടുകയും കുറച്ചധികം നാൾ ഈ ഒരു കളറ് നിലനിൽക്കുകയും ചെയ്യും. ഇനി ഒരു 2-3 ദിവസത്തേക്ക് ഷാമ്പുവോ സോപ്പോ ഒന്നും ഉപയോഗിച്ച് മുടി വാഷ് ചെയ്യരുത്. അത്രയ്ക്കും അത്യാവശ്യമാണെങ്കിൽ മാത്രം 2 ദിവസത്തിന് ശേഷം മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് മുടി വാഷ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മുടി കറുപ്പിക്കുന്നത്. ഈ ഒരു കറുപ്പ് ഏകദേശം 1 മാസത്തോളം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം. ഇതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.